المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബു തൗഹീദ് എന്ന ഈ ഗ്രന്ഥത്തില് അതിന്റെ ആമുഖം എന്നോണം തൗഹീദിന്റെ അനിവാര്യത അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 7 അദില്ലത്തുകൾ, 7 തെളിവുകളാണ് ആദ്യമായി ഇതിൽ കൊണ്ടുവരുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത് ഒന്നാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ്. തൗഹീദ് എന്താണ് എന്നതിനെ സംബന്ധിച്ചും ശേഷം തൗഹീദിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് പറയുന്ന ദലീലുകളിൽ ഒന്നാമത്തെ ദലീലായ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്തുമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് താബിഈങ്ങളിലെ പ്രമുഖ പണ്ഡിതനായ മുഹമ്മദ് ബിൻ കഅബ് റഹിമഹുല്ലാ പറഞ്ഞത് ഇല്ലാ ലിയഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടല്ലാതെ അവരെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂനി, എനിക്ക് അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാ ലിയഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടല്ലാതെ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അതിന് നൽകിയ വ്യാഖ്യാനം ഇല്ലാ ലിയുവഹിദൂൻ, അതായത് അവർ എന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യ ജിന്ന് വർഗങ്ങളെ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. ഈ ആയത്തിനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യമായിക്കൊണ്ട് മുസന്നിഫ് റഹിമഹുല്ല തന്നെ ഓരോ അധ്യായങ്ങളുടെയും ഒടുവിൽ ചില മസ്അലകൾ പരാമർശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആയത്തുകൾ ഇവിടെ കൊണ്ടുവന്നത് എന്നത് വിവരിക്കാൻ ഏറ്റവും അർഹൻ മുസന്നിഫ് തന്നെയാണ്. അതുകൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ല നൽകിയിരിക്കുന്ന മസായിലുകൾ ഇൻഷാ അല്ലാഹ് ഇതിന് കൂടെ വായിച്ച് പോകുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ മസാല അൽ ഹിക്മത്തു ഫീ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യ ജിന്ന വർഗങ്ങളെ സൃഷ്ടിക്കാനുള്ള ഹിക്മത്ത്, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് എന്ന് ഈ ആയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ ഏകത്വത്തെ അവർ അംഗീകരിക്കുക, ഇതാണ് അതിന്റെ
ലക്ഷ്യം ഇതുമാത്രമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ ഭൂമിയിലേക്ക് വന്നത് അവർ കുറെ തിന്നുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായ ജീവിതത്തിൽ ഏർപ്പെടുക എന്നുള്ളതല്ല അതിന്റെ പരമമായ ലക്ഷ്യം. പരമമായ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ഏകത്വത്തെ അവർ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൗഹീദിന്റെ അനിവാര്യതയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു കാര്യം മുസന്നിഫ് പറയുന്നത് അന്നൽ ഇബാദത ഹിയ തൗഹീദ് ലിഅന്നൽ ഖുസൂമത ഫീ. ഇബാദത്ത് എന്ന് പറയുന്നത് ഹിയ തൗഹീദ്, അതാണ് തൗഹീദ്. അതായത് ഒരാൾ അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുന്നു, പക്ഷേ അവിടെ അതിന് യഥാവിധം അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അതിന് തന്നെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇവിടെ ഇബാദത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യ ജിന്ന് വർഗങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു ഖാലിഖാണെന്നും മാലിക്കാണെന്നും ഉടമസ്ഥനാണെന്നും പരിപാലകനാണെന്നും റിസ്ക് നൽകുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഇത് മനുഷ്യർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സൃഷ്ടിച്ചത് എന്നുള്ളതല്ല. നേരെ മറിച്ച് എന്താണ്? അവർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം മുസ്ലിഫ് പറയുന്നത് അന്നൽ ഖുസൂമത ഫീ, അമ്പിയാക്കളുടെയും അവരുടെ സമുദായങ്ങളുടെയും ഇടയിൽ ഉണ്ടായിരുന്ന തർക്കം ആ വിഷയത്തിലാണ്. അവർ അള്ളാഹുവിനെ എന്തായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്? സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനും ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് അമ്പിയാക്കന്മാർ എന്ത് പഠിപ്പിക്കാനാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടത്? നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ളതാണ്. അപ്പോ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ. മൂന്നാമതൊരു മസാല മുസന്നിഫ് കൊണ്ടുവരുന്നത് അന്നമൻ ലം യഅതി ബിഹി ലം യഅബുദില്ലാ. ഒരാൾ ഈ തൗഹീദിനെ കൊണ്ടുവരുന്നില്ല, എന്നാൽ ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്നുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ ലം യഅബുദില്ലാ, അവൻ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറകൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാതാപിതാക്കൾ അനുസരിക്കുന്നുണ്ട്, അയൽവാസികളോടുള്ള കടമകൾ ബാധ്യതകൾ നിറവേറ്റുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ തൗഹീദിനെ എന്ത് ചെയ്യുന്നില്ല? കൊണ്ടുവരുന്നില്ല. തൗഹീദ് അവൻ അംഗീകരിച്ചിട്ടില്ല. അള്ളാഹുവിന് മാത്രമല്ല അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ, എന്നാൽ അവൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഫഫീഹി മഅന വലാ അൻതും ആബിദൂന മാ അഅബുദു. ഈ ഒരു ആശയം ഏത് ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്. വലാ അൻതും ആബിദൂന മാ അഅബുദു എന്നുള്ളതായ ആശയം ഈ ആയത്തിൽ ഉണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് പറയുകയാണ്, വലാ അൻതും ആബിദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല, മാ അഅബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. അപ്പൊ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് അവർ ഹജ്ജ് ചെയ്തിരുന്നു, അതേപോലെ തന്നെ ഉംറകൾ നിർവഹിക്കുമായിരുന്നു, ഇങ്ങനെ പല പല കർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് എന്തല്ല, ഇബാദത്തല്ല. കാരണം എന്താണ്? അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യുന്നതിനോട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾക്ക്, ജിന്നുകൾക്ക്, അമ്പിയാക്കൾക്ക്, അതേപോലെ തന്നെ സ്വാലിഹീങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക്, കല്ലുകൾക്ക്, അവകൾക്കെല്ലാം അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്ത് അത് ഇബാദത്തായി മാറണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് അനിവാര്യമാണ്. തൗഹീദ് ഇല്ലാത്തതായ ഇബാദത്തുകൾ അതിനെന്തായി പരിഗണിക്കുകയില്ല? ഇബാദത്തായിട്ട് പരിഗണിക്കുകയില്ല. അപ്പോ ഇബാദത്ത് തൗഹീദോട് കൂടിയുള്ള ഇബാദത്ത് മാത്രമേ അതിനെ ഇബാദത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം തന്നെ ഉസൂലു സലാസയിൽ പറയുന്നത് പോലെ എന്താണ്? അവർ അൽ ഖവായിദുൽ അർബയിൽ പറയുന്നത് പോലെ ഒരാൾ വുദൂ ഇല്ലാതെ നമസ്കരിക്കുന്നു, എന്നാൽ അവന്റെ നമസ്കാരത്തെ നമസ്കാരം എന്ന് പറയുകയില്ല എന്നതുപോലെയാണ് തൗഹീദ് ഇല്ലാതെ ഒരാൾ എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്നു, എന്നാൽ അതിനെന്തെന്ന് പറയുകയില്ല, അതിന് തൗഹീദ് എന്ന് പറയുകയില്ല. ഒരാൾ വുദൂ ഇല്ലാതെ കയറി നമസ്കരിക്കുകയാണ്, വുദൂ ഇപ്പം എടുത്തതേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്തു? പള്ളിയിൽ കയറിയപ്പോഴത്തേക്ക് അത് മുറിഞ്ഞുപോയി. ഇപ്പം മുറിഞ്ഞു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, അവന്റെ നമസ്കാരം എന്താവൂല? നമസ്കാരമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. എന്നതുപോലെ തന്നെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, 70,000 100,000 അല്ലെങ്കിൽ എത്രയോ
കോടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. പക്ഷേ തൗഹീദ് അവൻ മുറുകെ പിടിക്കുന്നില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ തൗഹീദ് എന്തായി മാറി? ബാത്തുലായി പോയി. വുളു എടുത്ത ആളുടെ ശുദ്ധി ബാത്തിലായി പോകുന്നത് പോലെ തൗഹീദ്, കലിമത്തു തൗഹീദ് പറയുന്നു എന്നുള്ളത് കൊണ്ടില്ല, എന്താണ് അത് ബാത്തിലായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെന്തെന്ന് പറയൂല. അവൻ ചെയ്യുന്ന ഇബാദാത്തുകൾക്ക് ഇബാദാത്ത് എന്ന് പറയുകയില്ല എന്നുള്ളതാണ്. ഈ 3 മസാലകളാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ തെളിവായി മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നു തൗഹീദിന്റെ അനിവാര്യതയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വഖൗലിഹി വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തുകളിലേക്കും എല്ലാ ജനസമൂഹങ്ങളിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. എന്തിനാണ് ആ റസൂലിനെ നിയോഗിച്ചത്? എന്താണ് റസൂൽ ആ ജനതയോട് പറയുന്നത്? അനി അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകളെ നിങ്ങൾ വെടിയുകയും ചെയ്യണം. ഇതാണ് എല്ലാ മുർസലീങ്ങളും അവരുടെ സമൂഹത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോ ഒന്നാമത്തെ ആയത്തിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടല്ലാതെ അവരെന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ ആയത്തിലൂടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം, അതുകൊണ്ടുള്ള വിവക്ഷ എന്താണ് എന്നോട് പഠിപ്പിക്കുകയാണ്. എല്ലാ സമൂഹങ്ങളിലേക്കും മുർസലീങ്ങൾ അയച്ചു. എന്തിനു വേണ്ടിയിട്ട്? അനി അബ്ദുല്ലാഹ്, ഇത് ഇല്ലല്ലാഹ് എന്നുള്ള അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത് എന്ന് സ്ഥാപിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ റുക്നായ സ്ഥിരീകരണമാണ്. ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അതേപോലെ വജ്തനിബുത് താഗൂത്ത്, ലാ ഇലാഹ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ റുക്കിന് നിരാകരണമാണ്. ഇബാദത്തിന് അർഹനായിട്ട് ആരാധ്യരാരും തന്നെയില്ല. അപ്പോ എല്ലാവിധ താഗൂത്തുകളെയും നിങ്ങൾ വെടിയണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് എന്ത് ചെയ്യാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ കലിമത്തു തൗഹീദിന്റെ വിശദീകരണമാണിത്. ഇതിനു വേണ്ടിയിട്ട് എല്ലാ സമൂഹങ്ങളിലേക്കും മുർസലീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ താഗൂത്തുകളെ വെടിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പ്രമുഖ മുഫസ്സിർ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഐ ഉത്റുകു കുല്ല മഅബൂദിൻ ദൂനല്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള എല്ലാവിധ മഅബൂദുകളെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപേക്ഷിക്കുക നിങ്ങൾ. അപ്പോ ത്വാഗൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതും ത്വാഗൂത്തുകളാണ്. അവകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഷൈത്വാൻ, അതിന് ഏറ്റവും തലപ്പത്തുള്ളത് ഷൈത്വാനാണ്. അതുപോലെ വൽക്കാഹിൻ, മന്ത്രവാദികളുണ്ട്. വസ്വനം, വിഗ്രഹങ്ങൾ അതിൽ പെടും. വകുല്ലു മൻ ദആ ഇലൽ ളലാൽ, അതേപോലെ തന്നെ വഴികേടിലേക്ക് ക്ഷണിക്കുന്ന സകലരും അതിൽപ്പെട്ടതാണ്. ഈ ഷൈത്വാനിന്റെ പണിയെടുക്കുന്ന ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഈ ത്വാഗൂത്തിൽപ്പെട്ടതാണ്. അപ്പൊ ത്വാഗൂത്തുകളെ എന്ത് ചെയ്യുക? വെടിയുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള സന്ദേശവുമായി കൊണ്ട് മുഴുവൻ സമൂഹങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കാൻ വേണ്ടി മുസന്നിഫ് റഹ്മഹുല്ലാഹ് ചില മസ്അലകൾ കൊണ്ടുവരുന്നുണ്ട്. അതില് ഒന്ന് അൽ ഹിക്മത്തു ഫി ഇർസാലി റുസുലി അലൈഹിമുസ്സലാത്തു വസ്സലാം, മുർസലീങ്ങളെ നിയോഗിച്ചതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനുമില്ല, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതപ്പെട്ട ആരാധ്യരാരുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകല താഗൂത്തുകളെയും എന്ത് ചെയ്യുക? വെടിയുക, ഇതിനെ വെടിയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ അള്ളാഹു നിയോഗിച്ചത് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സന്ദേശം ഈ ആയത്ത് നൽകുന്ന അന്ന റിസാലത അമ്മത് കുല്ല ഉമ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശം എല്ലാ ജനസമൂഹങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ സന്ദേശം എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു എത്തിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. മറ്റുള്ള ചില ആയാത്തുകളും ഇതിലേക്ക് അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു
ഫായിദ മസ്അല അന്ന ദീനൽ അംബിയാഇ വാഹിദുൻ, എല്ലാ അംബിയാക്കളുടെയും ദീൻ, അവരുടെ ആദർശം എന്തായിരുന്നു? ഒറ്റ ആദർശമായിരുന്നു എന്നുള്ളതാണ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ സന്ദേശമായിരുന്നു മുഴുവൻ അംബിയാക്കളും പ്രബോധനം ചെയ്തത് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മറ്റെടുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് നബിയെ നാം ഒരു റസൂലിനെയും എന്ത് ചെയ്തിട്ടില്ല, നിയോഗിച്ചിട്ടില്ല. ആ റസൂലിന് വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് വഹി നൽകപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഇബാദത്തിന് അർഹതയുള്ളവൻ ഞാനല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് ഇബാദത്ത് നിങ്ങൾ എനിക്ക് മാത്രമേ അർപ്പിക്കാവൂ എന്ന് വഹി നൽകിയിട്ടാണ് മുഴുവൻ അമ്പിയാക്കളെയും എന്ത് ചെയ്തിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത്. അമ്പിയാ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ അവരുടെ ശരീഅത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അവരുടെ ദീൻ, അവരുടെ ആദർശം, അവരുടെ അഖീദ എന്തായിരുന്നു? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. അതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മസ്അല, അൽ മസ്അലത്തുൽ കബീറ, മുസന്നിഫ് പറയുന്നത് അത് വലിയ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു മസ്അലയാണ്. അന്ന ഇബാദത്തല്ലാഹി ലാ തഹ്സുറു ഇല്ലാ ബിൽ കുഫ്രി ബിത്താഗൂത്ത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് സാധ്യമാകണമെങ്കിൽ താഗൂത്തുകളെ കുഫ്ർ ചെയ്തിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രധാനപ്പെട്ട റുക്നാണെന്ത്? അല്ലാഹുവേതര ആരാധ്യന്മാരെ എന്ത് ചെയ്യുക, അതിനെ നിരാകരിക്കുക. അപ്പൊ താഗൂത്തുകളെ കുഫ്ർ ചെയ്യൽ കൊണ്ടല്ലാതെ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്താവുകയില്ല, സാധ്യമാവുകയില്ല. ഫഫീഹി മഅനാ ഖൗലിഹി ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഈ ആയത്തിന്റെ വിവക്ഷയുണ്ട്. അല്ലാഹു പറയുന്നു, ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും വയുമിൻ ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവനാണ് ബലിഷ്ഠമായ അള്ളാഹുവിന്റെ ഭാഷത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട മസ്അലയാണ്, ഗൗരവമുള്ളതാണ് എന്ന് പറയാൻ കാരണം ഈ വിഷയത്തിൽ ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അജ്ഞരാണ് എന്നുള്ള കാരണത്താലാണ്. ഇതിനെ സംബന്ധിച്ച് ആളുകൾ വലിയ രീതിയിൽ അവിവേകത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും ധാരാളം ആളുകൾ, പക്ഷേ അതിനോടുകൂടെ മറ്റു പല ആളുകൾക്കും അവർ ഇബാദത്തുകൾ അർപ്പിക്കുന്നു, മറ്റു പല ത്വാഗൂത്തുകളെയും അവരെന്ത് ചെയ്യുന്നു, വാരിപ്പുണരുന്നു. ഇത് എന്തല്ല, അള്ളാഹുവിനുള്ള ഇബാദത്ത് ഇത് മുഖേന സാധ്യമാവുകയില്ല എന്നുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു സന്ദേശവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്ത് നൽകുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനായി മുവഹിദായി മാറണമെങ്കിൽ അവൻ അതിനു മുമ്പേ ചെയ്യേണ്ട കാര്യം എന്താണ്? അവൻ ഇബാദത്തുകൾ അർപ്പിക്കപ്പെടുന്ന മറ്റുള്ള ആരാധ്യർക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, അത് നിർത്തിവെക്കേണ്ടതുണ്ട്. അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും സ്വാലിഹീങ്ങളാണെങ്കിലും അവർക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇബാദത്ത് പാടില്ല. ഇവിടെ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ഒരു പ്രധാനപ്പെട്ട തംബീഹ് കൂടി നൽകുന്നുണ്ട്, ഒരു ഉണർത്തൽ നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, തംബീഹുൻ, അതായത് ഇവിടെ പറയുന്നത് അന്ന ഇബാദത്തല്ലാഹി ലാ തഹ്സുലു ഇല്ലാ ബിൽ കുഫ്രി ബിത്താഗൂത്ത്, അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് കരസ്ഥമാവുകയില്ല താഗൂത്തിനെ നിഷേധിച്ചാലല്ലാതെ. എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനോട് കൂടെ മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്ത പല സൃഷ്ടികൾക്കും ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അതിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന ത്വാഗൂത്തുകളെ സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ ഉടനെ തന്നെ നിങ്ങൾ കാഫിറുകളാണ് എന്ന് മുദ്ര കുത്താമോ എന്നുള്ളതാണ് വിഷയം. മുസന്നിഫ് റഹ്മഹുല്ലാ അതിന്റെ ചുവടെ ചേർക്കുകയാണ് തംബീഹുൻ, ഒരു ഉണർത്തൽ. ലാ യജൂസു ഇത്ലാഖു ശിർക്കി അവിൽ കുഫ്രി അവിൽ ലഅനി അലാ മൻ ഫഅല ശൈഅൻ മിൻ ദാലിക്. ശിർക്ക്, കുഫർ, അതേപോലെ അള്ളാഹുവിന്റെ ശാപം, ലഅനത്ത്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ മേൽ ആരോപിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. അലാ മൻ ഫഅല ശൈഅൻ മിൻ ദാലിക്, ഈ പറയപ്പെട്ട ഏതെങ്കിലും കാര്യം ഒരാൾ ചെയ്യുന്നു, അവന്റെ മേൽ അവനെ മുശ്രിക്കെന്നോ കാഫിറെന്നോ അല്ലെങ്കിൽ അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുന്നുവെന്നോ പറയുക എന്നുള്ളത് കേവലം നിരുപാധികം പറയുക എന്നുള്ളത് എന്തല്ല, പാടില്ല. ലിഅന്നൽ ഹുക്മ ബിദാലിക
ഫി ഹാദിഹി വഗൈരിഹ, ഈ കാര്യത്തിലും ഇതല്ലാത്ത കാര്യങ്ങളിലും വിധി പറയുക എന്നുള്ളത് ലഹു അസ്ബാബുൻ വലഹു മവാനിഅ, അതിന് ചില സബബുകൾ വേണം, ചില നിബന്ധനകൾ പാലിക്കപ്പെടണം, ചില തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട്, എന്നിട്ട് അത് പറയാവൂ. ഫലാ നഖൂലു ലിമൻ അകല റിബ, ഒരാൾ പലിശ തിന്നുന്നവനാണ്, അത് നമുക്കറിയാം, അവനെ കുറിച്ച് നാം പറയുകയില്ല മൽഊൻ, ദാ അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു, ശപിക്കപ്പെട്ടവനാണ് അവൻ എന്ന് അവനെ വ്യക്തിപരമായിട്ട് ചൂണ്ടിക്കൊണ്ട് പറയാൻ പാടില്ല. ലിഅന്നഹു ഖദ് യൂജദു മാനിഉൻ യംനഉ മിൻ ഹുലൂലിൽ ലഅനതി അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഇറങ്ങുന്നതിന് തടസ്സമാകുന്ന ചില കാരണങ്ങൾ അവിടെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ അവൻ പലിശ വാങ്ങുന്നവനാണ്, മൽഊനാണ് എന്ന് അവനെ കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നിരുപാധികം പറയാൻ പാടില്ല. കൽ ജഹ്ലി മസലൻ, അതിനുള്ള തടസ്സമാണ് ഒരു പക്ഷെ അവൻ അവിവേകിയായിരിക്കാം, അതിനെ സംബന്ധിച്ചുള്ള ഇൽമ യഥാവിധം സ്ഥിരപ്പെട്ട് കാണുകയില്ല. അബിശുബ്ഹ, അല്ലെങ്കിൽ ഏതെങ്കിലും ശുബ്ഹത്തുകൾ ഉണ്ടാകും, അത് പലിശയാണോ അല്ലയോ എന്നുള്ളതായ ആശയക്കുഴപ്പം ചിലപ്പോ അവന് പിടിപെട്ടിട്ടുണ്ടാകാം. മാഷ്ബഹദാലി, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് വഖദ ശിർക്കു, ശിർക്കും അങ്ങനെ തന്നെയാണ്. ലാ നുത്രിഖുഹു അലാ മൻ ഫഅല ശിർക്കൻ, ശിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിരുപാധികം നാം അവനെ മുശ്രിക്ക് എന്ന് എന്ത് ചെയ്യൂല, വിളിക്കുകയില്ല. ഫഖദ് തകൂനുൽ ഹുജ്ജ മാ ഖാമത്ത് അലൈഹി ബിസബബി തഫ്രീത് ഉലമാഇഹിം, ഒരു പക്ഷേ അവന്റെ മേൽ തെളിവ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. ഉലമാക്കൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതായ കുറവ് മൂലം അവന് തെളിവ് സ്ഥിരപ്പെടുത്താൻ ചിലപ്പോ ഉലമാക്കൾക്ക് സാധിച്ചിട്ടുണ്ടാവുകയില്ല, അവൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. വഖദാ നഖൂൽ, അതേപോലെ തന്നെ നാം പറയും മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പെടുത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും. വലാകിൻ ലാ നഹ്കുമു ബിഹാദാ ലിശഖ്സിൻ മുഅയ്യൻ, ഒരു നോമ്പെടുത്ത ഒരാളെ കുറിച്ച് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് എന്ത് ചെയ്യൂല, നമ്മൾ വ്യക്തിപരമായിട്ട് അവനെ പറയുകയില്ല. ഇന്നൽ ഹുക്മ അൽ മുഅല്ലഖ അലൽ ഔസാഫി ലാ യൻതബിഖു അലൽ അഷ്ഖാസി ഇല്ലാ ബിതഹഖുഖി ശുറൂത്തിൻ ഇന്തിബാഖുഹു വന്തിഫാഉ മവാനിഇഹി, ബിശുറൂത്തി ഇന്തിബാഖിഹി വന്തിഫാഇ മവാനിഇഹി, അതായത് ചില വിശേഷണങ്ങളുടെ മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ഹുക്മ്, ചില ഗുണങ്ങളുടെ മേൽ, ചില സവിശേഷതകളുടെ മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ ചില ഹുക്ം. ഇന്നത് ചെയ്താൽ അവൻ ഇന്നതാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, ഇതുപോലെ ചില സവിശേഷതകളുടെ മേൽ, ചില ഗുണങ്ങളുടെ മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഹുക്മ്, അത് എന്ത് ചെയ്യൂല, ഒരു വ്യക്തികളുടെ മേൽ പ്രാവർത്തികമായിട്ട് ആരോപിക്കപ്പെടണമെങ്കിൽ അവിടെ ചില നിബന്ധനകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കപ്പെടേണ്ടതുണ്ട്, ചില തടസ്സങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നീങ്ങേണ്ടതുണ്ട്. വീണ്ടും മുസന്നിഫ് അത് വ്യക്തമാകാൻ വേണ്ടി വീണ്ടും വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹം യതബറസു ഫി ത്വരീഖ്, വഴിയിലിരുന്നിട്ട് കാഷ്ടിക്കുന്നത് കാണുകയാണ് ഒരു മനുഷ്യനെ. അപ്പോൾ നാം അവനെ കുറിച്ച് ലഅനക്കല്ലാ, അള്ളാഹു നിന്നെ ശപിച്ചു എന്ന് ചെയ്യൂല, പറയാം, അത് ശപിക്കപ്പെടാനുള്ള കാരണമായ കാര്യമാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ തന്നെ ഇവൻ അള്ളാഹു ശപിച്ചയാളാണ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. അൽ ജവാബുല്ല, പറയുകയില്ല. ഇല്ല ഇദാ ഉരീദ ബില്ലാഹി ഫി ഖൗലി ഇത്തഖുൽ മലായിൽ, മലായിനുകളെ നിങ്ങൾ സൂക്ഷിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശപിക്കപ്പെടാൻ അർഹതപ്പെട്ടിരിക്കുന്ന കാര്യമാണിത്. അപ്പൊ ഇവിടെ ജനങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ആ മാലിന്യത്തിൽ ചവിട്ടുകയോ അല്ലെങ്കിൽ അവർക്ക് പ്രയാസകരമായി മാറുകയോ ചെയ്യുമ്പോൾ ഇവർക്കെതിരെ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിന് പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങളിൽ വിധി പറയുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഫദുആഉൽ ഖബ്രി ശിർക്കുൻ, എന്നിട്ട് മുസ്ലിം പറയാണ്, ഖബറിലുള്ള ആളുകളോട് ദുആ ചെയ്യുക എന്നുള്ളത് ശിർക്കാണ്. ലാകിൻ ലാ യുംകിനു അൻ നഖൂല ലിശഖ്സിൻ മുഅയ്യനിൻ ഫഅലഹു ഹാദാ മുശ്രിക്, എന്നാൽ ഒരു പ്രത്യേകമായ വ്യക്തി, ഇത് ചെയ്യുന്ന വ്യക്തിയെ ചൂണ്ടിക്കാട്ടിയിട്ട് ഹാദാ മുശ്രിക്, ഇതിങ്ങനെ ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഇവൻ മുശ്രിക്കാണ് എന്ന് നാം പറയുകയില്ല. ഹത്താ നഅരിഫ ഖിയാമൽ ഹുജ്ജത്തി അലൈഹി, ഹുജ്ജത്ത് അവന്റെ മേൽ സ്ഥിരപ്പെട്ടു എന്നുള്ളത് നാം അറിയുന്നത് വരെയും. ഔ നഖൂൽ ഹാദാ മുശ്രികുൻ ബിഇഅ്തിബാരി ളാഹിരി ഹാലിഹി, അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവന്റെ പ്രത്യക്ഷമായ നടപടിക്രമങ്ങൾ പ്രകാരം എന്താണ്, ഇത് ശിർക്കാണ്, ഇവൻ മുശ്രിക്കാണ്. അവന്റെ പ്രത്യക്ഷമായ പ്രവർത്തികൾ സൂചിപ്പിക്കുന്നത് എന്താണ്, അത് ശിർക്കാണ് എന്നുള്ളതാണ്. എന്നല്ലാതെ അവൻ മുശ്രിക്കാണെന്ന് എന്ത് ചെയ്യുക, ഖണ്ഡിതമായിട്ട് പറയുക എന്നുള്ളത് നമുക്ക് എന്തല്ല, സാധ്യമായ കാര്യമല്ല. അത് സൂക്ഷിക്കണം എന്ന് എന്ത് ചെയ്യാണ് മുസ്നിഫ് റഹിമഹുല്ലാ ഈ വിഷയത്തെ വിശദീകരിക്കുന്നതിനിടയിൽ
ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ്, ഒരാളുടെ ഇബാദത്ത് ശരിയായി സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് ഇബാദത്തായി മാറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, താഗൂത്തുകളെ നിഷേധിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. മറ്റൊരു മസാല ഈ വിഷയത്തിൽ മുസ്ലിം പറയുന്നത് അന്ന ത്വാഗൂത്ത് ആമുൻ ഫീ കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലരിലും വ്യാപകമാണ് താഗൂത്ത് എന്നുള്ളത്. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അവരെല്ലാം എന്താണ്, താഗൂത്തുകളാണ്. പക്ഷേ ചില ആളുകളുടെ കാര്യത്തിൽ റാദിയും ബിദാലിക്, ആ മഅബൂദ് അത് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കണം. ഇപ്പോ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരിൽ അമ്പിയാക്കളുണ്ട്, അതേപോലെ തന്നെ മലായിക്കത്തുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരൊന്നും തന്നെ അതിന് തൃപ്തിപ്പെട്ടവരല്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് അവർ വാദിച്ചവരല്ല, അതിലേക്ക് ക്ഷണിച്ചവരല്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവരെന്തെന്ന് പറയാൻ പാടില്ല, താഗൂത്ത് എന്ന് പറയാൻ പാടില്ല. അതല്ല, അവിടെ യഥാർത്ഥത്തിൽ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് ആരെയാണ്? ഷൈത്വാനിനെയാണ്. ഷൈത്വാനിന്റെ കൽപ്പന പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അവർ അമ്പിയാക്കൾക്കോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾക്കോ മുർസലീങ്ങൾക്കോ ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ നബീനെയാണ് വിളിക്കുന്നതെങ്കിലും സ്വാലിഹിനെയാണ് വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇവൻ ആരനുസരിച്ചു കൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്? ഷൈത്വാനിനെ. അവിടെ താഗൂത്ത് യഥാർത്ഥത്തിൽ ഷൈത്വാനാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ദലീലായി മുസന്നിഫ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖദാ റബ്ബുക, താങ്കളുടെ റബ്ബ് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്നു, വിധി തീർപ്പ് നടത്തിയിരിക്കുന്നു. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ഒന്നുകൂടി സ്ഥാപിക്കുകയാണ്. റബ്ബ് എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ് മനുഷ്യരോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, അല്ലാ തഅബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഇല്ലാ ഇയ്യാഹു, അവനല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വീണ്ടും എന്ത് ചെയ്യാണ്, അതിന്റെ ആശയം പറയുകയാണ്. ആദ്യം അല്ലാ തഅബുദൂ, ലാ ഇലാഹ ഇല്ലാണ്, നിങ്ങൾ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ആർക്ക് മാത്രമല്ലാതെ, ഇല്ലാ ഇയ്യാ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രമല്ലാതെ. അതുപോലെ വബിൽ വാലിദൈനി ഇഹ്സാനാ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇതും തൗഹീദിന്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്ന മറ്റൊരു തെളിവാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് റഹിമഹുല്ലാഹ് 10ാമത്തെ മസ്അലയായി ഇങ്ങനെ പറയുന്നത് കാണാം, അൽ ആയാത്തുൽ മുഹ്കമാതു ഫീ സൂറത്തുൽ ഇസ്രാ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു നൽകിയിരിക്കുന്ന മുഹ്കമുകളായ ഖണ്ഡിതങ്ങളായ ആയാത്തുകൾ, വഫീഹാ 18 മസ്അല, 18 മസ്അലകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. 18 മസ്അലകൾ ആ ആയാത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ബദഅഹ അല്ലാഹു ബിഖൗലിഹി, അതിനെ ആരംഭിക്കുന്നത് അല്ലാഹു ഇപ്രകാരമാണ്, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോട് കൂടെ വേറൊരു ഇലാഹിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരാധ്യനെ നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, നിങ്ങൾ മദ്മൂമായിട്ട് ആക്ഷേപാർഹരായിക്കൊണ്ട് ഒരു സഹായിയുമില്ലാതെ മഖ്ദൂലുകളായിക്കൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ടി വരും എന്ന് ഉള്ള ആയത്ത് കൊണ്ടാണ് തുടങ്ങുന്നത്. ഈ 18 മസ്അലകൾ അതിൽ പറയുന്നുണ്ട് ഈ ആയാത്തുകളിൽ. അതിൽ 1ാമത്തെ മസ്അലയായിട്ട് വരുന്നത് ഇങ്ങനെയാണ്, അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ വേറൊരു ആരാധ്യർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഒരു ആരാധ്യനെയും നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. അതിൽ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, വഖതമഹാ ബിഖൗലിഹി വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, വീണ്ടും പറയാണ് ശിർക്കിനെ നിരോധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടെ വേറൊരു ഇലാഹിനെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കരുത്, നിങ്ങൾ നിശ്ചയിക്കരുത്. അങ്ങനെ ചെയ്താൽ ഫതുൽഖാ ഫീ ജഹന്നം, ജഹന്നമിലേക്ക് എന്ത് ചെയ്യപ്പെടും, എടുത്തെറിയപ്പെടും. മലൂമൻ മദ്ഹൂറ, അക്ഷേപാർഹനായിക്കൊണ്ട്, മദ്ഹൂറ മത്രൂദായിക്കൊണ്ട്, ആട്ടിയകറ്റപ്പെട്ടവനായിക്കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടും. അപ്പോ വനബ്ബഹന അല്ലാഹു സുബ്ഹാനഹു അലാ ഇദമി ശഅനി ഹാദിഹിൽ മസായിൽ, ഈ മസ്അലകൾ 18 മസ്അലകളും വളരെ ഗൗരവമുള്ളതാണ് എന്ന് ഇതിനിടയിൽ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബിഖൗലിഹി ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, ഈ വഹി നൽകപ്പെട്ടിരിക്കുന്ന ഈ 18 കാര്യങ്ങൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ റബ്ബ് താങ്കൾക്ക്
വഹി നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ, താങ്കൾക്ക് വഹിയായി നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. മിനൽ ഹിക്മ, ഹിക്മത്തുകളിൽപ്പെട്ട. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണിത്. ഇതില് തുടക്കവും അവസാനവും ശിർക്ക് പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. രണ്ടാമത്തെ ആയത്തിലാണ് പറയുന്നത്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ശിർക്ക് ചെയ്യാൻ പാടില്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. അപ്പോൾ ധാരാളം മസ്അലകൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്അലയായി ഒന്നാമത് ആദ്യവും അവസാനവും ശിർക്ക് പാടില്ല എന്ന് പറയുന്നു. ഒന്നാമത്തെ മസ്അലയായിട്ട് പറയുന്നത് എന്താണ്? അള്ളാഹുവിന് മാത്രമേ എന്ത് ചെയ്യാവൂ, ഇബാദത്ത് ചെയ്യാവൂ എന്നുള്ള കാര്യവുമാണ്. അപ്പൊ ഇത് ഈ ആയത്തിന്റെ എന്താണ്, ശ്രേഷ്ഠതയെ, തൗഹീദിന്റെ ശ്രേഷ്ഠതയെ കുറിക്കുന്നതാണ്. മറ്റൊരു തെളിവ് മുസന്നിഫ് റഹ്മഹുല്ലാ കൊണ്ടുവരുന്നത് വഖൗലിഹി വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ ഒരു കാര്യത്തെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അവിടെ ഷൈഅൻ എന്നുള്ളതിനെ നെക്കറയായിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യം എന്നുള്ളതല്ല, ഒന്നിനെയും പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് പുറമെ ഒന്നും പാടില്ല. അത് എത്ര മഹോന്നതരാണ് എങ്കിലും ശരി, മലക്കുകളാണെങ്കിലും ശരി, അമ്പിയാക്കളാണെങ്കിലും ശരി, അള്ളാഹുവിന് പുറമെ അവനോട് ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരണമായി മുസന്നിഫ് നൽകിയിരിക്കുന്ന മസ്അലയാണ് 11ാമത്തെ മസ്അല. അത് പ്രകാരമാണ് ആയത്തു സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസായിലെ ഈ ആയത്ത് 36ാമത്തെ ആയത്ത്, അല്ലത്തി തുസമ്മ ആയത്തുൽ ഹുഖൂഖിൽ അസ്റ, 10 ഹക്കുകളെ കുറിച്ച് പറയുന്ന ആയത്ത് എന്നാണ് ആയത്തിന് പേര് പറയുന്നത്. സൂറത്തു നിസായിലെ ഈ പറയുന്ന ആയത്തിന് 36ാമത്തെ ആയത്താണ്. അതിൽ 10 ഹുഖൂഖുകൾ, ബാധ്യതകൾ, മുഅ്മിനീങ്ങൾ പാലിക്കേണ്ട 10 കടമകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ ആയത്ത് ബദഅഹ അല്ലാഹു തആല ബിഖൗലിഹി വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. അതിന് അല്ലാഹു ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഹക്കായി, ബാധ്യതയായി പറയുന്നത് ഇതാണ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം എന്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ശേഷം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മസലകൾ തന്നെയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, ബന്ധുക്കൾക്ക്. വൽ യതാമ, അനാഥർക്ക്. വൽ മസാക്കീൻ, അതേപോലെ തന്നെ മിസ്കീന്മാർക്ക്. വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അടുത്ത ബന്ധത്തിലുള്ള അയൽവാസികൾക്ക്, ബന്ധത്തിലില്ലാത്ത അയൽവാസികൾക്ക്. വസ്വാഹിബി ബിൽ ജംബ്, കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്ക്. വബിനിസ് സബീൽ, വഴിയാത്രക്കാർക്ക്. വമാ മലക്കത് ഐമാനുക്കും, അതേപോലെ നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കീഴിലുള്ള അടിമകൾക്ക്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മസാലകളെല്ലാം പറയുന്നിടത്ത് ഒന്നാമതായി പറഞ്ഞത് എന്താണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നിങ്ങൾ അർപ്പിക്കണം, ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതും തൗഹീദിന്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ വഖൗലിഹി, മറ്റൊരായത്ത് തെളിവായി കൊണ്ട് മുസന്നിഫ് പറയുന്നു, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. നബിയെ താങ്കൾ പറയുക, തആലൂ, നിങ്ങൾ വരുവീൻ, അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയതിനെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, പാരായണം ചെയ്തു തരാം എന്ന് പറഞ്ഞ് ജനങ്ങളെ വിളിച്ചു പറയേ. ഒന്നാമതായിട്ട് പറയണം അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. എന്താണ്? നിങ്ങൾ അള്ളാഹുവിൽ ഒരു കാര്യത്തെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി അലൈഹാ ഖാതമുഹു ഫൽയഖറ. ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയ്യത്ത് അത് കാണണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ ഇത് വായിക്കട്ടെ, ഈ ആയത്ത് വായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയ്യായിട്ട് ഇന്നത് ആണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയ്യത്തുകളിൽ പെട്ടതാണെന്ത്? പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക, തിരുസുന്നത്തിനെ മുറുകെ പിടിക്കുക. അപ്പോ അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിൽ ഓതിക്കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട വസിയ്യത്ത് എന്ത് തന്നെയാണ്? ഖുർആനിന്റെ വസിയ്യത്തുകളിൽ ഈ പറയുന്ന ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം, ശിർക്ക് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതൊരു വസിയ്യത്തായിട്ട് എന്ത് ചെയ്യണത്. എന്നിട്ട് ഈ പറഞ്ഞ ആയത്ത് പറയുകയാണ്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശുദ്ധ ഖുർആനിൽ ഓതിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആയത്ത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ എന്നുള്ളതായ ആയത്ത് വരെയും. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് ചില മസ്അലകൾ പറയുന്നുണ്ട്. 9ാമത്തെ മസ്അലയാണ് അതിലൊന്ന്. അത് ഇപ്രകാരമാണ്, ഇദമു ശഅനി സലാസി ആയാത്ത് അൽ മുഹക്കമാത്ത് ഫീ സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിലെ ഖണ്ഡിതമായ ആയാത്തുകളിൽ 3 ആയാത്തുകൾ, അതിന്റെ വലിപ്പം, അതിന്റെ ശ്രേഷ്ഠത,
അറിയിക്കുന്നുണ്ട്. ഇത് ഈ അധ്യായത്തില് ഇന്ന് സലഫുകൾ അതിനെ എത്രത്തോളം പരിഗണിച്ചിരുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഈ ആയത്തുകളെ പരിഗണിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകളിൽ ഒടുവിലത്തെ വസിയ്യത്തായി രേഖപ്പെടുത്തുമാറ് അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട 3 ആയത്തുകളാണ് സൂറത്തുൽ അൻആമിൽ പറയപ്പെടുന്നത്. അവിടെ 10ഓളം മസ്അലകൾ, 10ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആയത്തില് 5 കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ എന്താണ്, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യം, മക്കളെ കൊന്നൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം, അതേപോലെ മ്ലേച്ഛ കൃത്യങ്ങളെ സമീപിക്കാൻ പാടില്ല, അതേപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നതായ നഫ്സുകളെ കൊന്നൊടുക്കാൻ പാടില്ല എന്നത്. രണ്ടാമത്തെ ആയത്തില് അനാഥകളുടെ സമ്പത്തിലേക്ക് അടുത്തു പോകാൻ പാടില്ല, തൂക്കിക്കൊടുക്കുമ്പോ നീതിപൂർവം എന്ത് ചെയ്യേണ്ടതുണ്ട്, അളവും തൂക്കവും അതിനെ നിശ്ചയിക്കേണ്ടതുണ്ട്, സത്യം മാത്രം പറയേണ്ടതുണ്ട്, നീതിപൂർവം സംസാരിക്കേണ്ടതുണ്ട്, അള്ളാഹുമായിട്ടുള്ള കരാറുകൾ പാലിക്കേണ്ടതുണ്ട്, അവസാനമായി മുസ്തഖീമായ ശരിയായ വഴി സ്വീകരിക്കുന്നതിന്. ഇങ്ങനെ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മസലകൾ തന്നെയാണെല്ലാം. കൊലപാതകത്തെ സംബന്ധിച്ചും അതേപോലെ സിനയെ സംബന്ധിച്ചുമല്ല, വിചാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രമുഖമായ കാര്യമായിട്ട് പറയുന്നത് എന്ത് തന്നെയാണ്, തൗഹീദിനെ സംബന്ധിച്ചാണ്, ശിർക്ക് പാടില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വഫീഹ 10 മസായിൽ, ഇതിൽ 10 മസാലകളുണ്ട്. അവ്വലുഹ അന്നഹി അനി ശിർക്ക്, അതിൽ ഒന്നാമത്തെ എന്താണ്, ശിർക്ക് പാടില്ല എന്നുള്ളതായ നഹിയാണ്, വിരോധനമാണ്. 12ാമത്തെ മസ്അലയിലും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അത്തൻബീഹു അലാ വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേളയിലുള്ളതായ വസിയ്യത്തിനെ ഉണർത്തുന്നുണ്ട്. മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന വസിയ്യത്തുകൾ ഖുർആനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസിയ്യത്താണ് ഇത് എന്നുള്ള അർത്ഥത്തിലാണിത്. അവസാനത്തെ തെളിവായി മുസന്നിഫ് ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നു വഅൻ മുആദ് ബിൻ ജബലിൻ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ഹിമാറിന്റെ പുറത്ത്, ഒരു കഴുതയുടെ പുറത്ത് റദീഫായിട്ട് സഞ്ചരിക്കുക. റദീഫ് എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുന്നയാളാണ്. ഫഖാല ലി, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദേ, അത്തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, നിനക്ക് അല്ലാഹുവിന്റെ ഹക്ക്, അവകാശം എന്താണ് എന്നറിയാമോ? അലൽ ഇബാദി, സൃഷ്ടികൾ അനിവാര്യമായും അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിന്റെ അവകാശം, സൃഷ്ടികളുടെ മേൽ അത് നിർബന്ധമായതാണ്. അതെന്താണെന്ന് എനിക്കറിയാമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് ലഭിക്കേണ്ട അവരുടെ അവകാശം, അള്ളാഹു അവന്റെ നഫ്സിന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്ന ആ ഹക്ക്, അതേതാണെന്ന് എനിക്കറിയാമോ? ഇത് ചോദിച്ചപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് യഥാവിധം അറിയുന്നത്, ശരിയായി അറിയുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി, അടിമകളുടെ മേൽ അള്ളാഹുവിന് ലഭിക്കേണ്ടതായ അള്ളാഹുവിന്റെ അവകാശം, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വഹഖ്ഖൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തതായ ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹു അവന്റെ മേൽ അനിവാര്യമാക്കിയിരിക്കുന്ന സൃഷ്ടികൾക്ക് കിട്ടാനുള്ളതായ അവകാശമാണ് എന്നുള്ളതാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുന്നാസ്, ഞാൻ ഈ കാര്യം ജനങ്ങളെല്ലാം അറിയിക്കട്ടെ, വലിയ സന്തോഷമുള്ള കാര്യമാണിത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും ഫയത്തക്കിലു, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, താങ്കൾ ഇതുകൊണ്ട് ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്ത ഫയത്തക്കിലു, അവരതിലെന്ത് ചെയ്യും, ആസ്പദിക്കും, അതിൽ അവർ ആശ്രയിച്ചുകൊണ്ട് അമലുകളിൽ ചിലപ്പോൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് പാടില്ല എന്നെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസാണ്. തൗഹീദിന്റെ അനിവാര്യത, അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് ലഭിക്കേണ്ട നിർബന്ധമായ അവകാശം, ആ സൃഷ്ടികൾ അള്ളാഹുവിന് കൊടുക്കേണ്ടതാണ്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഔജബഹുല്ലാഹു അലാ നഫ്സിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, സൃഷ്ടികളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നതാണ് എന്നർത്ഥം. അതായത് ഈ അവകാശം അള്ളാഹു നിർബന്ധമായും കിട്ടിയിരിക്കണം. അതേതാണ്?
ഇബാദത്ത് അവർ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹു അടിമകൾക്ക് അനിവാര്യമായും ചെയ്യേണ്ടത്, ഇത് അടിമകൾ അള്ളാഹുവിന്റെ മേൽ നിർബന്ധാക്കിയതാണോ? അല്ല. ഈ വിഷയത്തില് അഹ്ലുസുന്നയുടെ വിശ്വാസം ഔജബഹുല്ലാഹു അലാ നഫ്സിഹി, അള്ളാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയതാണ്. അടിമകൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹു അടിമകളുടെ മേൽ നിർബന്ധമാക്കിയതാണ്. എന്നതുപോലെ നേരെ തിരിച്ച് അടിമകൾ അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാക്കിയതാണോ? ഞങ്ങൾ ശിക്ഷിക്കരുത് എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിന്റെ മേൽ നിർബന്ധമാക്കിയതാണ്. അത് എന്ത് കാരണത്താലാണ്? റഹ്മത്തൻ ലിഇബാദിഹി അൽ മുഅ്മിനീൻ വ തഫദ്ദുലൻ, മുഅ്മിനീങ്ങളായ അടിമകളോടുള്ള കാരുണ്യത്താലാണ്, അവരോടുള്ള ഔദാര്യത്താലാണ്. അല്ലാതെ ഒരു അടിമ ഇന്ന പ്രവൃത്തി ചെയ്താൽ നിർബന്ധമായും അള്ളാഹു അവന് എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രതിഫലം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ നിർബന്ധമാക്കിയതാണോ? അല്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് എന്ത് ചെയ്തതാണ്? അവന്റെ മേൽ നിർബന്ധമാക്കിയതാണ്. ഈ വിഷയത്തില് വലം യൂജിബ് ദാലിക മഖ്ലൂഖുൻ അലൈഹി, ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ മേൽ അത് എന്ത് ചെയ്തതല്ല, നിർബന്ധമാക്കിയതല്ല. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയിൽ വ്യതിചലിച്ചിരിക്കുന്ന രണ്ടു വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്ന് അശ്അരികളാണ്, ജബ്രിയാക്കളാണ്. അവർ പറയുന്നത് ലാ യജിബു അലല്ലാഹി ഷൈഉൻ അൽബത്ത വഅൻകറത് വുജൂബ മാ ഔജബ അലാ നഫ്സിഹി, അള്ളാഹുവിന് ഒരു കാര്യവും നിർബന്ധമില്ല എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവിന് ഒരു കാര്യവും എന്തല്ല, നിർബന്ധമില്ല. അപ്പൊ അള്ളാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയതിനെ അവരെന്ത് ചെയ്യും? നിഷേധിക്കുന്നു. ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. അള്ളാഹു അവന്റെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് അവൻ അവന്റെ മേൽ തന്നെ നിർബന്ധമാക്കിയതാണ്. എന്ത് കാരണത്താലാണ് നിർബന്ധമാക്കിയത്? അവന്റെ കാരുണ്യത്താലാണ്, അവന്റെ ഫദ്ലിലാണ്. അപ്പോ ജബ്രിയാക്കളും അതേപോലെ തന്നെ അശായറത്തും ഇതിന് നിഷേധിക്കുന്നു. രണ്ടാമത്തെ ഒരു വിഭാഗം അവർ പറയുന്നത് അന്നല്ലാഹ ഔജബ അലാ നഫ്സിഹി ഉമൂറൻ ലിഅബ്ദിഹി, അള്ളാഹു അവന്റെ നഫ്സിന്റെ മേൽ അടിമകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിർബന്ധമാക്കി. അപ്പൊ ഫദന്നത അന്നൽ അബ്ദ ഔജബഹ അലൈഹി, അവർ ധരിച്ചത് ഇത് അടിമകൾ അള്ളാഹുവിന്റെ മേൽ എന്ത് ചെയ്താണ്? നിർബന്ധമാക്കി എന്നുള്ളതാണ് അവരുടെ വാദം. ബി അഅമാലിഹി, അടിമ ഈ അമല് ചെയ്ത കാരണത്താൽ. അപ്പൊ ഈ അടിമ ഈ അമല് ചെയ്താൽ ആ അമല് മുഖേന അടിമ അള്ളാഹുവിന്റെ മേൽ എന്ത് ചെയ്തു? ഇത് നിർബന്ധമാക്കി എന്നുള്ളതാണ് അവരുടെ വാദം. വഅന്ന അഅമാലഹു കാനത് സബബൻ ലിഹാദിഹിൽ ഇജാബ്, ഇത് അള്ളാഹു ഇതിനെ അവന്റെ മേൽ നിർബന്ധമാക്കുന്നതിലേക്ക് ഈ അടിമയുടെ പ്രവൃത്തി എന്ത് ചെയ്തു? കാരണമായി. അത് കാരണത്താലാണ് അള്ളാഹു നിർബന്ധമാക്കിയത് എന്നുള്ളതാണ്. ഫഔജബുൽ ഹഖ് അലൈഹി, അപ്പോ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ മേൽ ഈ ഒരു ബാധ്യതയെ അവർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് മുഅ്തസിലിയാക്കളുടെ വാദമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ അവൻ തന്നെയാണ് എന്ത് ചെയ്തത്? നിർബന്ധമാക്കിയത്. അതിന് എന്ത് കാരണത്താലാണ്? അത് അവന്റെ അടിമകളോടുള്ളതായ മുഅ്മിനീങ്ങളോടുള്ളതായ റഹ്മത്ത് കൊണ്ടാണ്, ഫദ്ല് കൊണ്ടാണ്. ഈ ആയത്തിനെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ല വ്യത്യസ്തങ്ങളായ മസ്അലകൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് മാരിഫത്തു ഹഖില്ലാഹി അലൈന, നാം അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ഹക്കിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ, അവനെ സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മാരിഫത്തു ഹഖിൽ ഇബാദി അലൈഹി ഇദാ അദ്ദു ഹഖഹു, അടിമകൾ അവരുടെ ബാധ്യതയെ നിറവേറ്റി കഴിഞ്ഞാൽ അള്ളാഹു അടിമകൾക്ക് എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന അവർക്ക് ലഭിക്കേണ്ടതായ അവകാശവും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യുകയില്ല? ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. നരകത്തിൽ ശാശ്വതമായി കിടക്കുന്നതിനെ തൊട്ട് അവർ എന്ത് ചെയ്യും? രക്ഷപ്പെടും. തൗഹീദ് യഥാവിധം സാക്ഷാത്കരിച്ചാൽ അവർ തീരെ തന്നെ നരകത്തിൽ പ്രവേശിക്കാതെ എന്ത് ചെയ്യും? രക്ഷപ്പെടുകയും ചെയ്യും. മറ്റൊരു മസ്അല അന്ന ഹാദിഹിൽ മസ്അലത ലാ യഅരിഫുഹാ അക്സറു സ്വഹാബ, സ്വഹാബികളിൽ അധികം ആളുകൾക്കും ഈ ഒരു മസ്അല അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്? ഇത് എല്ലാവരെയും അറിയിക്കട്ടെയോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തടഞ്ഞു. എല്ലാവരെയും എന്ത് ചെയ്യേണ്ടതില്ല? അറിയിക്കേണ്ടതില്ല. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചതായിട്ട് വേറൊരു റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അധിക സ്വഹാബികളെ എന്ത് ചെയ്തിട്ടില്ല? അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്കറിയില്ലായിരുന്നു ഈ മസ്അല. അതേപോലെ തന്നെ ജവാസു കിത്മാനിൽ ഇൽമി ലിൽ മസ്ലഹ, എന്തെങ്കിലും മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ചില ഇൽമുകൾ എന്ത് ചെയ്യാം? മറച്ചു വെക്കാം. അത് അവനോട് പറഞ്ഞാൽ അവനക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. അത് എന്താണ്? ഈ സമയത്ത് അവൻ അറിയുക എന്നുള്ളത് പ്രയാസകരമായ, അല്ലെങ്കിൽ ചില മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം? മറച്ചു വെക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ചില മസ്ലഹത്തുകൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതിനെ മറച്ചു വെച്ചു. പിന്നെ എന്തിനാണ് മുആദ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത്? മരണത്തിനോട് അടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ വലിയ മസ്ലഹത്ത് ഉണ്ടായി. മുഅ്മിനീങ്ങൾ അവരുടെ ഈമാനിൽ അടിയുറച്ചു. അവർ എന്ത് ചെയ്തു? നല്ല ഉറപ്പുള്ള വിശ്വാസത്തിന്റെ ആളുകളായി മാറി. ആ സമയത്ത് എന്താണ്, ഇൽമ് മറച്ചു വച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം കൊണ്ട് എന്ത് ചെയ്തു? മുആദ് റളിയല്ലാഹു അൻഹു അത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇസ്തിഹ്ബാബു ബിശാറത്തിൽ മുസ്ലിമി ബിമാ യസുറു, ഒരു മുസ്ലിമിന് എന്താണ് അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, അത് ഏറ്റവും ഉചിതമായ മുസ്തഹബായ കാര്യമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാക്കുക, അവന്റെ മനസ്സിൽ ആഹ്ലാദമുണ്ടാകുന്ന കാര്യങ്ങൾ അവനോട് പറയുക, ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാതെ പറയാതെ എപ്പോഴും സന്തോഷമുണ്ടാക്കുന്ന നല്ല വാർത്തകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്താണ്? നല്ലതാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അൽ ഖൗഫു മിനൽ ഇത്തികാലി അലാ സഅത്തി റഹ്മത്തില്ല, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ ആശ്രയിക്കുക എന്നുള്ളത് പേടിക്കേണ്ടതുണ്ട്. റഹ്മത്തിന്റെ മേൽ അധികമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? അവൻ ഇബാദാത്തുകളിൽ നിന്ന് പിന്നോട്ട് പോകും, ചിലപ്പോൾ പാപങ്ങളിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് റഹ്മത്തിനെ ആഗ്രഹിക്കുന്നതിനോടുകൂടെ, അതിൽ ആഗ്രഹമുള്ളതിനോടുകൂടെ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ളതായ പേടിയും എന്ത് ചെയ്യണം? വേണം. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, വിശാലമായ കാരുണ്യത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ഭയപ്പാടുണ്ടാക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? അത് അറിയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഭയം ഉള്ളതിനോടുകൂടെ തന്നെ, റഹ്മത്തിൽ പ്രതീക്ഷയുള്ളതോടുകൂടെ തന്നെ എന്തും വേണം? അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടിയും ഒരാൾക്കുണ്ടാകണം എന്നത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മസല ഖൗലുൽ മസ്ഊലി അമ്മാ ലാ യഅലമു അല്ലാഹു വറസൂലുഹു അലം. ഒരാളോട് ഒരു കാര്യം ചോദിച്ചു, അപ്പോ ചോദിക്കപ്പെട്ടവൻ പറയുകയാണ് അല്ലാഹു വറസൂലുഹു അലം എന്ന് പറയുന്നതിന്റെ നിയമപരത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവും റസൂലുമാണ് ഏറ്റവും അറിയുന്നത്. ദീനിയായ ഏതെങ്കിലും ഒരു കാര്യം ഒരാളോട് ചോദിച്ചു, അപ്പോ എന്ത് ചെയ്യുന്നു? ഒരാള് പറയാണ് അള്ളാഹുവിനും റസൂലിനും ഏറ്റവും നല്ല രീതിയിൽ അറിയാം, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് ഗൈബിയായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, അപ്പോ അള്ളാഹു റസൂലു ആലം എന്ന് പറയാൻ പാടില്ല, അള്ളാഹുവിന് മാത്രം അള്ളാഹു ആലം എന്ന് മാത്രമേ പറയാവൂ. അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ദീനിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു റസൂലു ആലം എന്ന് പറയാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹു ആലം എന്ന് മാത്രമേ പറയാവൂ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ദീനിയായ കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. മറ്റൊരു മസല ജവാസു തഖ്സീസ് ബഅദിൻ നാസ് ബിൽ ഇൽമി ദൂന ബഅദിൻ, ചില ഇൽമുകൾ ചില ആളുകൾക്ക് പ്രത്യേകമായി കൊടുക്കുന്നതിന് അനുവദനീയമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വഹാബികൾ വളരെ ശ്രേഷ്ഠരായ, അതിനേക്കാൾ ശ്രേഷ്ഠരായ ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെ പോലുള്ള ധാരാളം മുതിർന്ന സ്വഹാബികളുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൊടുത്തു. അപ്പൊ അങ്ങനെ ചില മസ്ലഹത്തുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിന് എന്തില്ല? കുഴപ്പമില്ല. തവാദുഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറുകൂബിൽ ഹിമാരി മഅൽ ഇർദാഫി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിനയം കാണിക്കുന്നവനാണ് ജനങ്ങളോട്. അതിൽപ്പെട്ടതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതയുടെ പുറത്ത് എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. നബി ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കലുണ്ട്, കുതിരയുടെ പുറത്ത്. അതേപോലെ തന്നെ ഇവിടെ കഴുതയുടെ പുറത്ത് എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ച് നബിയുടെ ഒരു തവാദു ആണ്, വിനയത്തിൽപ്പെട്ടതാണ്. അതേപോലെ മഅൽ ഇർദാഫി അലൈഹി, പിന്നിൽ ആളെ എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അത് നബിയുടെ തവാദുഇനെ സൂചിപ്പിക്കുന്നതാണ്. ജവാസുൽ ഇർദാഫി അല ദാബ, മൃഗത്തിന്റെ മേല് സഞ്ചരിക്കുമ്പോൾ പിന്നില് ഒരാളെ വയ്ക്കുന്നതിന് എന്താണ്? കുഴപ്പമില്ല, അത് അനുവദനീയമാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിന് താങ്ങുമെങ്കിൽ, താങ്ങുന്നതാണ് എങ്കിൽ കുഴപ്പമില്ല, താങ്ങാൻ പ്രയാസമുള്ളതാണെങ്കിൽ എന്തില്ല? പാടില്ല എന്നാണ്. മറ്റൊരു മസല ഫളീലത്തു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ പല സ്വഹാബികൾക്കും പഠിപ്പിക്കപ്പെടാത്ത ഒരു അറിവാണ് എന്ത് ചെയ്തത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹുവിന് അത് താങ്ങാൻ സാധിക്കും, ഉൾക്കൊള്ളാനും സ്ഥൈര്യത്തോടെ നിൽക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇദമു ശഅനി ഹാദിഹിൽ മസ്അല, ഈ പറഞ്ഞ മസ്അലയുടെ മഹത്വവും എന്ത് ചെയ്യുന്നുണ്ട്?
ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇബാദത്ത് എന്ത് ചെയ്യുക, അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന അവന്റെ ബാധ്യതയാണ്, മനുഷ്യന്റെ ബാധ്യതയാണ്, അത് അള്ളാഹുവിന്റെ അവകാശമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ആരാണോ സാക്ഷാത്കരിക്കുന്നത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും, ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവന് അള്ളാഹു എന്ത് ചെയ്യും, നരകത്തെ തൊട്ട് രക്ഷ നൽകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശവും എന്ത് ചെയ്യുന്നുണ്ട്, മസ്അലയുമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തൗഹീദ് എന്തുകൊണ്ട് അനിവാര്യമായി തീരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില 7 തെളിവുകളാണ് ഇതിന്റെ ആമുഖമെന്നോണം മുസന്നിഫ് റഹിമഹുല്ല നൽകിയത്. ശേഷം തൗഹീദിന്റെ ചില ശ്രേഷ്ഠതയെ സംബന്ധിച്ച്, പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും എന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമാണ് ഇനിയുള്ളത്. അത് അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.